റെഡ്യൂസേഴ്സ് ആയിട്ട് സ്പ്രിംഗ്ലേഴ്സ് ഉണ്ട്, ഹീറ്റ് റെഡ്യൂസർ. പിന്നെ നമ്മുടെ ഈ സെൻസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അതൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി സെൻസറുണ്ട്, മോയ്സ്ചർ സെൻസറുണ്ട്, pH സെൻസറുണ്ട്. നമ്മൾ ഇത് റിമോട്ട്ലി നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാനും നമുക്ക് ഇതിനെ മോണിറ്റർ ചെയ്യാനും പറ്റും. നമ്മളത് റിമോട്ട്ലി ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോഡ് എംസ് ഇത് ഒരു വൈഫൈ മോഡുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്രോട്ടോടൈപ്പാണ് കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പ്രോട്ടോടൈപ്പ്. ഇത് മോയ്സ്ചർ സെൻസറാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു സ്പ്രിംഗ്ലർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ അതിന് വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പ്രിംഗ്ലർ മോട്ടർ ഉപയോഗിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഇതാണ് നോഡ് MCU. പിന്നെ ഇത് ഹീറ്റർ മോഡ്യൂളും ഇത് നമ്മുടെ ഹീറ്റ് റെഡ്യൂസറുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ആർഡിനോ യൂനോ R3. പിന്നെ LCD ഡിസ്പ്ലേ ഉണ്ട്. നമ്മുടെ ഈ LCD ഡിസ്പ്ലേക്കകത്ത് ഓരോ സെൻസേഴ്സ് റീഡ് ചെയ്യുന്നത് നമുക്ക് കാണിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് മോണിറ്ററിൽ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആപ്പുണ്ട്. ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ ഈ സെൻസേഴ്സിൻ്റെ റീഡിങ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ സെൻസർ സെൻസ് ചെയ്ത് നമ്മൾ നേരത്തെ ഒരു ത്രെഷോൾഡ് വാല്യൂ, ഒരു പ്ലാന്റിന് വളരേണ്ട കണ്ടീഷൻസ് നമ്മൾ ത്രെഷോൾഡ് വാല്യൂ ആയിട്ട് നമ്മൾ ആർഡിനോയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ സെൻസ് ചെയ്ത വാല്യൂം ഈ ആർഡിനോ അങ്ങനെയുള്ള വാല്യൂ തമ്മിലുള്ള എറർ ചെക്ക് ചെയ്തിട്ടാണ് ഈ കൺട്രോളിംഗ് ഡിവൈസസ് വർക്ക് ചെയ്യുന്നത്.